ഇറാൻ ആക്രമണത്തിൽ 3 സൈനികർ കൊല്ലപ്പെട്ടതായി അമേരിക്ക. 5 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും അമേരിക്കൻ സെൻട്രൽ കമാൻഡ്. എന്നാൽ എബ്രഹാം ലിങ്കൺ കപ്പൽ ഇറാൻ ആക്രമിച്ചുവെന്ന വാർത്ത അമേരിക്ക നിഷേധിച്ചു. 4 മിസൈലുകൾ വിമാനവാഹിനി കപ്പലിൽ പതിച്ചുവെന്നും അമേരിക്കയുടെ ആളില്ലാ വിമാനം വെടിവെച്ചിട്ടുവെന്നും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രയേലിലെ ബെയ്ത് ഷെമേമിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ ആക്രമണം തുടരുകയാണ്. അബുദാബിയിലെ അൽ സലാം നേവൽ ബേസിൽ ഡ്രോൺ ആക്രമണം നടത്തി. ഫ്രഞ്ച് സേനയുടെ താവളത്തിലാണ് ആക്രമണമുണ്ടായത് എന്ന് UAE വ്യക്തമാക്കി. അതിനിടെ സൗദിയിലേക്ക് വീണ്ടും ഇറാൻ ആക്രമണം നടന്നു. മിസൈൽ ആക്രമണം പ്രതിരോധിച്ചതായി സൗദി വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയൻ നേതൃത്വം സൗദി കിരീടാവകാശിയുമായി സംസാരിക്കുകയും ചെയ്തു. നമ്മളോടൊപ്പം ഫൈസൽ ഹംസയും ആദിൽ പാലോടും നോബൽ മാരിക്കാരനും എസ് രഞ്ജിത്തും ചേരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആദിൽ പാലോടിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. അതിൽ അമേരിക്ക ഇറാന് മേലെ ഇസ്രായേലിനൊപ്പം സഖ്യമായി ചേർന്ന് ആക്രമണം നടത്തുന്നു. ഇപ്പോൾ പക്ഷേ GCC രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾക്ക് അപ്പുറത്തേക്ക് അമേരിക്കയുമായൊരു ഡയറക്റ്റ് ഫൈറ്റ് എന്ന നിലയ്ക്കാണ് ഈ എബ്രഹാം ലിങ്കൺ പടക്കപ്പലിനെ ആക്രമിച്ചതിലൂടെ ഇറാൻ കടന്നു ചെന്നത്. പക്ഷേ അത് അമേരിക്ക നിഷേധിക്കുകയും ചെയ്യുന്നു. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. നിരവധി അവകാശവാദങ്ങൾ വരികയാണ്. അവകാശവാദങ്ങൾ തള്ളിക്കൊണ്ട് രണ്ടു രാജ്യങ്ങളും രംഗത്തെത്തുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. രാജ്യങ്ങളെല്ലാം രണ്ട് ചേരിയായി തിരിഞ്ഞുകൊണ്ട് അവകാശവാദങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ് കാഴ്ച. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒടുവിൽ വരുന്ന അപ്ഡേറ്റ് മധ്യസ്ഥ ചർച്ചകൾ തുടങ്ങാനുള്ള സാധ്യത ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. മാധു, സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇറാൻ തയ്യാറാണെന്ന് ഒമാൻ അറിയിക്കുന്നു. നേരത്തെ ആണവോർജവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ജനീവയിലൊക്കെ ചർച്ച നടന്നപ്പോൾ അതിന് മധ്യസ്ഥത വഹിച്ചത് ഒമാനായിരുന്നു. ഇറാനും US തമ്മിലുള്ള ചർച്ചയ്ക്ക് ഇടനില നിന്നത് ഒമാനായിരുന്നു. ഇപ്പോൾ ഈ പ്രശ്നത്തിലും സംഘർഷം ലഘൂകരിക്കാനുള്ള ഇടപെടലുമായി ഒമാൻ രംഗത്തെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയുമായി സംസാരിച്ചെന്ന് ഒമാൻ നേതൃത്വം പറയുകയാണ്. ഏതായാലും ഇറാനുമായി സംസാരിച്ച ശേഷം ഒമാൻ അറിയിക്കുകയാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണ് ഇറാൻ എന്ന കാര്യം. ഇതിൽ കൂട്ടിവായിക്കേണ്ടത് US പ്രസിഡന്റ് ട്രംപ് കൂടി ഇക്കാര്യത്തിലൊരു അഭിപ്രായം പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്. പുതിയ ഇറാൻ നേതാക്കളുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇറാൻ നേതാക്കൾക്ക് തന്നോട് സംസാരിക്കണമെന്ന് താല്പര്യമുണ്ട്, ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് താല്പര്യമുണ്ട്. ആ താല്പര്യം താൻ കണക്കിലെടുക്കുന്നു എന്നുള്ളതാണ്, ആ താല്പര്യം താൻ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ട്രംപിന്റെ പ്രതികരണം. ഇതിൽ ഏറ്റവും പ്രധാനം, ഇങ്ങനെ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ എന്നതാണ്. ഇറാൻ US അത്തരം ചർച്ചകൾക്ക് ഇപ്പോഴും സാധ്യത അവശേഷിക്കുന്നു എന്ന്, 4ാം ഘട്ട ചർച്ച നടക്കാനിരിക്കുന്നു എന്ന പ്രതീതി ലോകത്തിനുണ്ടായിരുന്നപ്പോഴാണല്ലോ ഈ കടന്നാക്രമണം ഉണ്ടായത്. അപ്പോൾ വീണ്ടും ചർച്ചകൾക്ക് സാധ്യത എന്ന് പറയുമ്പോൾ അത് ഇറാൻ അംഗീകരിക്കുമോ? ഇറാൻ അംഗീകരിച്ചു എന്നാണ് ഒമാൻ പറയുന്നത്. മാധു പറഞ്ഞത് കൃത്യമാണ്. വിയന്നയിൽ അടുത്ത ദിവസം ചർച്ച നടക്കാനിരിക്കുകയാണ്. അപ്രതീക്ഷിതമായൊരു ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഇറാനിലേക്ക് വന്നത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഈ സാഹചര്യത്തിൽ, പുതിയ സാഹചര്യത്തിൽ, പുതിയ ലോകക്രമത്തിൽ ഈ ചർച്ച ഫലം കാണുമോ എന്ന ചോദ്യമുണ്ട്. അതിനിടെയാണ് ഈ ചർച്ചകളൊക്കെ നടക്കുമോ എന്ന ആ ചോദ്യത്തിനുമേൽ ആശങ്കയായിട്ടാണ് ആരോപണ പ്രത്യാരോപണങ്ങളും വാദപ്രതിവാദങ്ങളും വരുന്നത്. US-ന്റെ എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിനെ ആക്രമിച്ചിട്ടില്ല ഇറാൻ എന്ന് അമേരിക്ക വാദിക്കുകയാണ്. നേരത്തെ ഈ വിമാനവാഹിനി കപ്പലിനെ ആക്രമിച്ചിട്ടുണ്ട്, തകർത്തിട്ടുണ്ട് എന്ന രൂപത്തിൽ ഇറാന്റെ അവകാശവാദമുണ്ടായിരുന്നു. അതിനെ അമേരിക്ക ഇപ്പോൾ തള്ളിപ്പറയുകയാണ്. ഇറാൻ മിസൈൽ കപ്പലിൽ എത്തിയിട്ടില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും അമേരിക്ക പറയുകയാണ്. ഏറ്റവും പുതുതായൊരു പ്രതികരണം വരുന്നത് 48 ഇറാനിയൻ നേതാക്കൾ കൊല്ലപ്പെട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുകയാണ്. ഒരു വശത്ത് സമാധാന ചർച്ചകളാകാമെന്നും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ട്രംപ് പറയുമ്പോൾ തന്നെ ഇറാന്റെ രാഷ്ട്രീയ നേതാക്കളെ കൊന്നതിന്റെ കണക്ക് കൂടി അവതരിപ്പിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. 48 ഇറാൻ നേതാക്കൾ കൊല്ലപ്പെട്ടതായാണ് ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സമാനമായി തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിലേക്ക്, ടെല്ലവീവിലേക്ക് ആക്രമണങ്ങൾ, വ്യോമാക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. സാധ്യതകൾ വീണ്ടും തുടരുന്നു എന്നുള്ളതാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. സംവദിക്കാനാണെങ്കിൽ പിന്നെ സംഹരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്തിനായിരുന്നു എന്ന ചോദ്യം ലോകം ആരോട് ചോദിക്കാൻ എന്നുള്ളത് പക്ഷേ നമുക്ക് മനസ്സിലാകുന്നുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.